പാലക്കാടും മെറ്റീരിയൽ റൂം തുറക്കുകയാണ്. വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ റൂം തുറക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചു. പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി മറന്നുവെച്ചു എന്നാണ് വിശദീകരണം. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ മെറ്റീരിയൽ റൂമാണ് തുറക്കുന്നത്. സച്ചിൻ വിവരങ്ങളുമായിട്ടുണ്ട്. സച്ചിൻ, പേരാമ്പ്രയിലെ വിവാദമൊക്കെ നമ്മൾ കണ്ടു. ഇതിപ്പം ഇവിടെ സ്ഥാനാർത്ഥികളെയും ഒക്കെയും ഏജന്റുമാരെയും ഒക്കെയും കാര്യങ്ങളൊക്കെ അറിയിച്ചതിന് ശേഷം തന്നെയാണോ ഈ ഓഫീസർമാരുടെ തീരുമാനം? ഇത് പാലക്കാട് നെന്മാറ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷൻ, അതായത് നെന്മാറ മണ്ഡലത്തിലെ വിക്ടോറിയ കോളേജിലാണ് സ്ട്രോങ് റൂം അടക്കമുള്ള എല്ലാ വോട്ടിങ്ങിൻ്റെ ക്രമീകരണങ്ങളും ഉപകരണങ്ങളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെയാണ് നിലവിൽ തുറക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് പ്രധാനമായും നെന്മാറ മണ്ഡലത്തിലെ നിലവിലെ പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി, അതായത് ഈ പോളിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡാറ്റകൾ സൂക്ഷിച്ചിട്ടുള്ള ഡയറി അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഡയറി എടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ സ്ട്രോങ് റൂം തുറക്കുന്നത് എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. നാളെയാണ് ഇത്തരം ഡാറ്റകളെല്ലാം കമ്മീഷന്റെ എൻകോർ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിന് മുന്നോടിയായി ആ വിവരങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് നിലവിൽ സ്ട്രോങ് റൂമിന് സമീപത്തെ മെറ്റീരിയൽ റൂം തുറക്കുന്നത് എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥികളെയും അതേപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരെയും എല്ലാം ഇന്നലെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ ഈ മെറ്റീരിയൽ റൂം തുറക്കുമെന്നാണ് നിലവിൽ പ്രിസൈഡിംഗ് പോളിംഗിന്റെ ചാർജുള്ള ഓഫീസർ അടക്കമുള്ളവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സ്ഥാനാർത്ഥികളെ എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പേരാമ്പ്രയിലെ പോലെ തന്നെ വിവാദങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് കൃത്യമായ രീതിയിൽ വിവരങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ 10 മണിയോടുകൂടെ ഈ വിക്ടോറിയ കോളേജിലെ നിലവിലെ സ്ട്രോങ് റൂമിനോട് ചേർന്നിട്ടുള്ള മെറ്റീരിയൽ റൂമാണ് തുറക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 10 മണിയോടുകൂടെ തന്നെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരടക്കമുള്ളവർ എത്തിയതിന് ശേഷം മാത്രമാണ് ഈ റൂം തുറക്കുക എന്ന് ജില്ലാ വരണാധികാരി കൂടിയായിട്ടുള്ള ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. സേതു, ശരി.